ആളുകളെ പറ്റിച്ച് ഒരു കാര്യം നടത്തുന്നതിൽ ഒരു സന്തോഷമുണ്ട്, ഒരു ചെറിയ രസമുണ്ട്, ഇല്ലേ? ഉണ്ടെന്നേ. ഈ മറ്റുള്ളവരെ പറ്റിക്കണതിൽ ഒരു ചെറിയ രസം അതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അവരെ ഒന്ന് പറ്റിച്ച് അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ. വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. അതായത് ഈ മധുരം ഉണ്ടല്ലോ, ഈ മധുരം കണ്ടിട്ടാണ് നമ്മൾ പലരും മറ്റുള്ളവരെ പറ്റിക്കാൻ പോണേ, അവരെ ചതിക്കാൻ പോണത്. ആ ഒരു ഉള്ള രസം ഉണ്ടല്ലോ, അതിലൂടെ കിട്ടുന്ന ഒരു രസം, ഒരാളെ പറ്റിക്കണതിലൂടെ കിട്ടണ രസം അനുഭവിച്ചാണ് പറ്റിക്കണേ. ഈ കളിയാക്കണത് അങ്ങനെയല്ലേ, ഒരു രസമാണ്, ഒരു കമ്പനി സൈക്ക്. ആ രസം നോക്കിയാണ് ഇതെല്ലാം ചെയ്യണേ. പക്ഷെ ഈ വചനത്തിന്റെ അടുത്ത ഭാഗമുണ്ട് കേട്ടാ, പിന്നീട് വായിൽ ചരൽ നിറയും. പിന്നീട് എന്താ സംഭവിക്കുന്നത് എന്നും കൂടി ഒന്ന് തിരിച്ചറിയാൻ പറ്റണം ഈ പറ്റിക്കാൻ പോകുമ്പോൾ. പിന്നീട് അത് അത്ര സുഖമായിട്ട് വരില്ല, അതൊന്ന് തിരിച്ചറിയണം, നല്ലതാണ്. ആദ്യം ഇത് ഭയങ്കര വിഷമം ഉണ്ടാവുന്ന കാര്യമാണെന്നേ എന്നൊക്കെ പറയണ്ട, അതൊക്കെ വെറുതെ പറയണമാ. ആദ്യം ഇതൊക്കെ ഒരു രസമാണ്. ആ രസം പിന്നീട് ഉണ്ടാവുമോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.